കാളിന്തി നദിയിൽ കുളിക്കാനിറങ്ങിയ 2 വിദേശ വനിതകൾ നാട്ടുകാരുടെ ധീരമായ ഇടപെടലിലൂടെ മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ടു. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. നദിയുടെ ആഴം കുറഞ്ഞ ഭാഗമെന്ന് കരുതി ഇറങ്ങിയ സഞ്ചാരികളിൽ ഒരാൾ അപ്രതീക്ഷിതമായി കയത്തിൽ അകപ്പെടുകയായിരുന്നു. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടാമത്തെ വനിതയും വെള്ളക്കെട്ടിൽ വീണു. വിനോദയാത്രയുടെ ഭാഗമായി കുടുംബത്തോടൊപ്പം അവിടെ എത്തിയ പാണ്ടിക്കടവ് സ്വദേശികളായ CK ഉമ്മർ, CK ജലീൽ എന്നിവരും മറ്റൊരു സഞ്ചാരിയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യുവതികളുടെ നിലവിളി കേട്ട് ഒട്ടും വൈകാതെ ഇവർ പുഴയിലേക്ക് ചാടുകയും മുങ്ങിപ്പോകാതെ പിടിച്ചു നിർത്തുകയുമായിരുന്നു. തുടർന്ന് ഇരുവരെയും സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു. കോട്ടയം പാമ്പാടി വട്ടുകളത്ത് കാറിന്റെ ബോണറ്റിൽ പിഞ്ചുകുട്ടികളെ ഇരുത്തിയ അപകടയാത്ര. കാർ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പിടിവീണത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 2 പെൺകുട്ടികളെയാണ് ബോണറ്റിന് മുകളിൽ വെച്ച് കാർ ഓടിച്ചത്. കുട്ടികളുടെ പിതാവ് തന്നെയാണ് കാർ ഓടിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കാർ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പാമ്പാടി പോലീസ് അന്വേഷണം തുടങ്ങിയത്. വട്ടുകളം സ്വദേശിയാണ് ഇയാൾ. കാർ ഉടമയെ കണ്ടെത്തിയിട്ടില്ല. കാർ പിടിച്ചെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. ചോറ്റാനിക്കരയ്ക്ക് സമീപം +1 വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഇൻസ്റ്റഗ്രാം സുഹൃത്തായ കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനംനൊന്താണ് +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തെന്നാണ് കത്തിൽ. ശാസ്താമുകൾ കിണറ്റിങ്കൽ വീട്ടിൽ മഹേഷിന്റെ മകൾ ആദിത്യയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് പെൺകുട്ടിയെ വീടിന് പരിസരത്തെ ക്വാറിയോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദിത്യയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്നും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനംനൊന്താണ് ജീവനൊടുക്കിയതെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയ ആദിത്യയെ പിന്നീട് ക്വാറിയിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കനത്ത വേനൽ ചൂടിനെ അവഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ കായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. ആദവനാട് പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച കായികമേളയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളോട് ക്രൂരത കാട്ടിയത്. കാട്ടിലങ്ങാടി ഗവൺമെന്റ് LP സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ചെരുപ്പ് പോലും ധരിക്കാതെയാണ് കൊച്ചുകുട്ടികൾ പങ്കെടുത്തത്. ഗ്രൗണ്ടിൽ തണലുള്ള ഭാഗങ്ങൾ ലഭ്യമായിരുന്നിട്ടും അത് പ്രയോജനപ്പെടുത്താതെ കുട്ടികളെ വെയിലത്ത് നിർത്തിയത് സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. എലത്തൂരിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖിനെ റിമാൻഡ് ചെയ്തു. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയാണ് വൈശാഖിനെ റിമാൻഡ് ചെയ്തത്. നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മരണത്തിലേക്ക് നീങ്ങുന്ന യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ഉറക്ക ഗുളിക നൽകിയതിനു ശേഷം ക്രൂരമായി മർദ്ദിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈശാഖിനും യുവതിയും തമ്മിൽ കുറച്ചുനാളായി അടുപ്പത്തിലായിരുന്നു. തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ യുവതി വൈശാഖിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വിവാഹിതനായ വൈശാഖൻ ഈ പ്രണയബന്ധം ഭാര്യ അറിയുമോ എന്ന ഭയത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശ്രീകാര്യത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 50ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ഇവരെ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശ്രീകാര്യം വെഞ്ചുബോർഡുള്ള A1 ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ശനിയാഴ്ച വൈകിട്ട് ഭക്ഷണം കഴിച്ച ഇവർക്ക് ഇന്നലെ മുതലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. സംഭവത്തെ തുടർന്ന് ഹോട്ടൽ കോർപ്പറേഷൻ അധികൃതർ അടപ്പിച്ചു. പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തലവേദന, ഛർദി അടക്കമുള്ള ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആളുകൾ ചികിത്സ തേടിയത്. പൊന്നാനിയിൽ വീട്ടമ്മ ഉന്നയിച്ച ബലാത്സംഗ പരാതിയിൽ മലപ്പുറം മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ്. സുജിത് ദാസ്, തിരൂർ മുൻ DYSP ബെന്നി VV, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർക്കെതിരെ ബലാത്സംഗ കേസ് എടുക്കുന്നതിന് മുമ്പ് പോലീസ് റിപ്പോർട്ട് പരിഗണിക്കാമോ എന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഷിംജിത ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിക്രമം നേരിട്ടെന്ന പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തത് അല്ലാതെ ദീപക് മരിക്കാൻ മറ്റു കാരണങ്ങളില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യത്തിന് സഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിവരങ്ങളായിരുന്നു പ്രതിപക്ഷം ചോദിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം സഭയിൽ ഉദ്ധരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ദുരിതാശ്വാസ നിധിയിൽ തുക വിതരണത്തെക്കുറിച്ചും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. 2011-16 കാലത്ത് ഉത്തരവായിട്ടും 29,930 അപേക്ഷകൾ നൽകിയില്ല. 2016 വന്ന സർക്കാരാണ് അതിൽ 36 കോടി രൂപ അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ ഗവർണറുമായി പോരിനുറച്ച സ്പീക്കറും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കി. സാധാരണ നിലയിൽ ഗവർണർ കത്തയക്കുമ്പോൾ സ്പീക്കർക്കാണ് ആദ്യം നൽകേണ്ടത്. എന്നാൽ മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് തനിക്ക് കത്ത് കിട്ടിയതെന്നും എൻ ഷംസീർ പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് കത്തിന് പുറത്ത് എഴുതിയിട്ടുള്ളത്. എന്നാൽ അത് തനിക്ക് കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നു. കത്തിന്റെ പകർപ്പാണോ സ്പീക്കർക്ക് നൽകേണ്ടതെന്നും ആദ്യം ഗവർണറുടെ ഓഫീസ് അത് പരിശോധിക്കട്ടെ എന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു.